എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നെയ്പത്തിരി സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാറുണ്ട്. നെയ്പത്തിരിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഇറച്ചിക്കറി. കറി ഇല്ലാതെയും നമുക്കിത് കഴിക്കാൻ പറ്റും. പച്ചരി ഉപയോഗിച്ചും പുഴുങ്ങലരി ഉപയോഗിച്ചും അരിപ്പൊടി ഉപയോഗിച്ചും നെയ്പത്തിരി ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ഇപ്പോൾ പച്ചരി ഉപയോഗിച്ചിട്ടാണ് നെയ്പത്തിരി ഉണ്ടാക്കുന്നത്. ഇവിടെ 1 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഒരു 300 മില്ലിയുടെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് അരി അളന്നെടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ അരി അളന്നെടുത്താൽ മതി. അരി കഴുകി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. 1/4 കപ്പ് വരെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 8 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് സവോള ചേർത്ത് കൊടുത്താലും മതി. 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നെയ്പത്തിരിക്ക് വേണ്ടിയിട്ട് അരയ്ക്കുമ്പോൾ ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പാകം മനസ്സിലാകും. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അരച്ചെടുത്ത കൂട്ടിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വറുത്ത അരിപ്പൊടിയാണ്. ഇവിടെ 180 മില്ലിയുടെ ഒരു കപ്പിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കൂട്ടിന് ഈ അരിപ്പൊടി കറക്റ്റാണ്. ഇതിലും ലൂസാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കറക്റ്റ് പാകം നിങ്ങൾക്ക് മനസ്സിലാകും. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. കുറച്ച് ലൂസായിട്ടാണ് നെയ്പത്തിരിക്കുള്ള കൂട്ട് റെഡിയാക്കി എടുക്കുന്നത്. അതിനുശേഷം ഇത് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറിൻ്റെയോ ഒരു വാഴയിലയുടെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ മുകളിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടിയതിന് ശേഷം കൈപ്പത്തി കൊണ്ട് സോഫ്റ്റായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇവിടെ കാണുന്ന കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. അതിനുശേഷം ഈസി ആയിട്ട് നമുക്കിത് ബട്ടർ പേപ്പറിൽ നിന്ന് ഇളക്കി മാറ്റാം. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. നെയ്പത്തിരി നല്ലവണ്ണം മുങ്ങാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. നെയ്പത്തിരി എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇത് തൊട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് താനെ പൊങ്ങി വരും. എണ്ണയിലിടുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും. പൊങ്ങി വരുന്ന സമയത്ത് തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 5-6 പത്തിരിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്ക് ഇതിൻ്റെ എണ്ണ കുറഞ്ഞു വരും. ആ സമയത്ത് പത്തിരി ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് താഴേക്ക് താത്തു കൊടുക്കാം. ആ സമയത്ത് പത്തിരി നന്നായിട്ട് പൊങ്ങി വരും. നെയ്പത്തിരിക്ക് നെയ്പത്തലെന്നും പറയാറുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്പത്തിരിയുടെ റെസിപ്പിയാണിത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.